ഇത് വരാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ വിശ്വാസ സംഭവം എനിക്ക് കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികളായ എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയാനുള്ളത്, നിങ്ങൾ നല്ലോ കാത്തു നിങ്ങളുടെ അമ്പലങ്ങൾ, ഒന്നും ബാക്കി ഉണ്ടാവില്ല. മലബാർ ദേവസ്വം ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് കരിക്കാട് ദേവസ്വത്തിന്റെ ചുറ്റുപാടുള്ള സ്ഥലം. അവിടുന്ന് പോയാൽ 1 കിലോമീറ്റർ പോയാൽ കരിക്കാട് ദേവസ്വം. അവിടുന്ന് ചില ആളുകൾ എന്നിട്ട് ബന്ധപ്പെട്ടിരുന്നു. എന്താ പറയുന്നത്, അവർക്ക് കുറെ ക്യാഷ് വണ്ടിയും കുറെ തേങ്ങയും ഈ വരുമാനം മുഴുവൻ അടിച്ചു മാറ്റണം. മലബാർ ദേവസ്വത്തിൽ 7000 ആളുകളുണ്ട്, 6900 ആളുകൾ. ശമ്പളം കിട്ടാതെ പട്ടിണി കിടക്കുന്ന പട്ടിണി പാവങ്ങൾ 3000-ഓളം ആളുകൾ ഇപ്പോഴും ശമ്പളം കൊടുക്കുന്നില്ല. ഇവിടെ പൂരം നടത്താനും ഈ പറയുന്ന രാജ്യം മുഴുവൻ ബോർഡ് വെക്കാനും 4ാം വർഷത്തിന് 225 കോടി രൂപ ആ മകന്റെയും മരുവന്റെയും ഫോട്ടോ വെക്കാനും ഒരു കുറവില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് എന്തോ സിനിമാ നടന്മാരെ പരിപാടി 2.5 കോടി രൂപ ബോർഡ് വെക്കുന്നുണ്ട്. അപ്പോ 6000 ചില്ലാനം മലബാർ ദേവസ്വത്തിലെ പാവപ്പെട്ട ഈ അമ്പലവാസികളായിട്ടുള്ള ആളുകൾ പട്ടിണിയിലാണ്. പലരും കടം വാങ്ങി ജപ്തിയുടെ വക്കിലാണ്. ഒരിടപെടലും ഈ ഗവൺമെന്റ് നടത്തുന്നില്ല. അതുകൊണ്ട് കേരളത്തിലെ വിശ്വാസ സമൂഹത്തോട്, ഹൈന്ദവ വിശ്വാസികളോട് അനുഭവങ്ങളിൽ നിങ്ങൾ പാഠം പഠിക്കണം. ഈ കാട്ട് കള്ളന്മാരുടെ കയ്യിൽ ഇനിയും ഈ ഭരണം ഏൽപ്പിക്കുകയാണെങ്കിൽ അമ്പലം അടക്കം കുറിച്ച് പോകും. അതിപ്പോ ഇവിടെ ശബരിമലയിൽ ഏൽപ്പിച്ച ഈ 2 ഉദ്യോഗസ്ഥന്മാരെ നോക്കിയാൽ മതി നിങ്ങൾ. അങ്കിട്ടും അതുപോലെ തന്നെ സുജിത് ദാസും. അതിലേറെ നല്ലത് ദാവൂദ് ഇബ്രാഹിമിനെയും അതുപോലെ തന്നെ എന്താണ് നമ്മളെ മരിച്ചുപോയ വീരപ്പനല്ലേ, വീരപ്പനുണ്ടെങ്കിൽ ഇവരെ രണ്ടാലെയും കാവലും സംവിധാനം ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇതിനെ പറഞ്ഞിരുന്നു. ഇതിനാണ് 2 ഉദ്യോഗസ്ഥന്മാരെ കിട്ടാനില്ല. അപ്പോ വിശ്വാസ സമൂഹം ശരിക്കും മനസ്സിലാക്കി ഈ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് ഈ അമ്പലങ്ങളിൽ പോയി ആരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു മുസ്ലിം പള്ളി അതിന്റെ മാനേജ്മെന്റ് അവിടുത്തെ ഹൈന്ദവ ഗ്രൂപ്പിനെ ഏൽപ്പിക്കുക, എങ്ങനെ ഉണ്ടാവും? അവർക്ക് എന്ത് കമ്മിറ്റ്മെന്റാ? ഒരു അമ്പലം കമ്മിറ്റി ഒരു അമ്പലം നടത്താൻ അവിടുത്തെ മാപ്പിളാരെ ഏൽപ്പിക്കുക, എന്തായിരിക്കും സ്ഥിതി? അവർക്ക് എന്ത് കമ്മിറ്റ്മെന്റാ? എന്ന് പറഞ്ഞതുപോലെ ഒരു വിശ്വാസവും ഇല്ലാത്ത മതനിരാസം നടത്തുന്ന, മതങ്ങളെ പുച്ഛിക്കുന്ന വിശ്വാസികളെ എന്താ ഒരു നിലക്കും മുഖവിലക്കെടുക്കാത്ത ഒരു വിഭാഗത്തിന്റെ കയ്യിൽ കേരളത്തിലെ ഈ വിശ്വാസി സമൂഹത്തിന്റെ ഈ അമ്പലങ്ങളും ദേവസ്വവും ഏൽപ്പിച്ചാൽ ഇതെല്ലാം സകല അയ്യപ്പന്മാരെ അടിച്ചു പറ്റും.